ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ട ഒരുപാട് പേര് ആവശ്യപ്പെട്ട മലയാളത്തിലുള്ള ഹോ ഒപ്പനോ ഒപ്പനോ പ്രയറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രയർ കേൾക്കേണ്ട വിധം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളെപ്പോഴും ഒരു ഹാഫ് മയക്കത്തിലിരിക്കുമ്പോൾ കേൾക്കുന്നതാണ്. അതായത് നമ്മൾ ഉറങ്ങിയിട്ടും ഇല്ല, എന്നാൽ ഉറക്കത്തിലേക്ക് കടക്കുന്നുമുണ്ട്. ആ ഒരു രീതിയിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പെയോ ഉച്ച മയക്കത്തിന് തൊട്ട് മുന്നെയോ ഒക്കെ നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ ഇത് കൂടുതൽ എഫക്റ്റീവായിരിക്കും. ഇത് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കേൾക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു സമയത്ത് കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരു സമയവും ബോധ മനസ്സ് കുറച്ച് മയങ്ങിയിരിക്കുന്ന ഒരു സമയമാണ്. ആ ഒരു ടൈമാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള വഴി. അപ്പോൾ ഇത് കേൾക്കേണ്ടത് നമ്മളുടെ ബോധ മനസ്സല്ല, ശരിക്കും സബ് കോൺഷ്യസ് മൈൻഡാണ് ഇത് ശരിക്കും കേൾക്കേണ്ടത്. അപ്പോൾ അതിനുള്ള ഒരു വഴിയാണ് നമ്മൾ മയങ്ങിയിരിക്കുമ്പോൾ ഉറക്കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുന്നേ നിങ്ങൾക്കിത് പ്ലേ ചെയ്ത് വെച്ചിട്ട് കിടന്നുറങ്ങാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്കിത് കേൾക്കാം. രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ഇത് കേൾക്കാം. അങ്ങനെ നിങ്ങൾ ദിവസങ്ങളോളം ചുരുങ്ങിയത് ഒരു 21 ദിവസമെങ്കിലും ഈ ഒരു പ്രെയർ നിങ്ങൾ കേൾക്കുക. നിങ്ങൾ പറയണമെന്നൊന്നുമില്ല, ഇത് കേട്ടാൽ മാത്രം മതി. നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങളും അതുപോലെ വിശ്വസിക്കുക. അപ്പം ചോദിക്കും, ഇതും കേട്ടുകൊണ്ട് വീട്ടിലിരുന്നാൽ ജോലിക്കൊന്നും പോകണ്ടേ എന്ന് ചോദിക്കുന്ന ആൾക്കാരോടാണ്, ജോലിക്ക് പോകലാണ് സത്യത്തിൽ മാനിഫെസ്റ്റേഷനെക്കാട്ടി എളുപ്പം. ജോലിക്ക് പോകുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ട്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ നമ്മൾ ഇത്ര ജോലി ചെയ്താൽ നമുക്ക് ഇത്ര രൂപ കിട്ടും എന്നുള്ള ഒരു കൃത്യമായ ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ നമുക്ക് ഇതൊക്കെ കിട്ടി വിശ്വസിക്കണം, നമ്മൾ ആ ഒരു ഫ്രീക്വൻസി ലെവലിലേക്ക് എത്തണം. ഇത് കിട്ടുമോ കിട്ടൂലേ എന്ന് നമുക്ക് തന്നെ വിശ്വാസക്കുറവുണ്ടെങ്കിൽ അത് കിട്ടാൻ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനത്തെ 100 കാര്യങ്ങളുണ്ട്. അല്ലാതെ ഇത് മാത്രം ചൊല്ലിക്കൊണ്ട് വീട്ടിലിരുന്നാൽ നിങ്ങൾക്ക് ആർക്കും പൈസയൊന്നും കിട്ടില്ല. നമ്മൾ അതിനോടൊപ്പം അധ്വാനിക്കുകയും കൂടെ വേണം. എന്നാലും മണി മാനിഫെസ്റ്റ് ചെയ്യാതെ നമുക്ക് പൈസ നമ്മളിലേക്ക് എത്തില്ല. കാര്യം ആ ഒരു എനർജി ലെവൽ നമ്മൾ അച്ചീവ് ചെയ്താൽ മാത്രമേ നമുക്ക് പൈസ നമ്മളിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് സാധാരണക്കാർ, കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരൊക്കെ പണക്കാരാകൂലേ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കൂലിവേല എടുക്കുന്നവർക്ക് കിട്ടുന്നതിനെക്കാട്ടി എത്രയോ ഇരട്ടി പൈസയാണ് അത് അഭിനയിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ അത് അധ്വാനത്തിൻ്റെ മാത്രമല്ല. ഇപ്പം എൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ, എൻ്റെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആ സ്ത്രീ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്തോരം ജോലി ചെയ്താൽ കിട്ടുന്നതിനെക്കാട്ടിയും പൈസയാണ് ഞാൻ നിങ്ങളോടൊരു 10 മിനിറ്റ് സംസാരിക്കുമ്പം യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടുന്ന ഒരു വരുമാനം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും മൈൻഡ് പവറും ഇതൊക്കെ നമുക്ക് ഇത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വെറുതെ ജോലി ചെയ്ത് രാവ് പകലെന്നില്ലാതെ ജോലി ചെയ്താലും ഒന്നും നമുക്ക് പണക്കാരനാകാനോ പോയിട്ട് സാമ്പത്തികമായിട്ട് ഒരു സുരക്ഷിത നിലയിലേക്ക് എത്താനോ നമുക്ക് സാധിക്കുകയില്ല. അതിന് നമ്മൾ ഇത്തരം മൈൻഡ് പവർ ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫ്രീക്വൻസി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മൾ നിത്യവും കാണുന്ന ഒരു കാര്യമാണ്, അല്ലേ? നമ്മളെ പൈസ ഉണ്ടാക്കാൻ ഹാർഡ് വർക്ക് അല്ല വേണ്ടത്, സ്മാർട്ട് വർക്ക് മാത്രം മതി. സ്മാർട്ട് വർക്കുള്ളവർ ധാരാളം പൈസ ഉണ്ടാക്കും. അവരുടെ സ്കില്ല് വെച്ചിട്ട് അവർ ധാരാളം പൈസ ഉണ്ടാക്കും. അതേസമയം ഹാർഡ് വർക്ക് ചെയ്യുന്നവർ ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്യും, അവരുടെ കയ്യിൽ ഒരു പൈസയും മിച്ചം കാണുകയില്ല. ആ ഒരു അവസ്ഥ എന്തുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഫ്രീക്വൻസി ഉയരാത്തത് കൊണ്ടാണ്. നമ്മൾ ചിന്തിക്കരുത് ധാരാളം അധ്വാനിക്കുന്നവർക്കാണ് പൈസ കൂടുതൽ കിട്ടുക എന്നുള്ളത്. നമ്മൾ ഒരിക്കലും അങ്ങനെയല്ല ചിന്തിക്കാനുള്ളത്. സ്മാർട്ട് വർക്ക് ചെയ്താണ് പൈസ ഉണ്ടാക്കാനുള്ളത്. അതായത് കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെയധികം ബുദ്ധി ഉപയോഗിച്ച്, സ്കില്ല് ഉപയോഗിച്ച്, ടാലൻറ്റ് ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്കാണ് കൂടുതൽ കാശ് ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഇത് ചൊല്ലിക്കൊണ്ട് വീട്ടിലിരുന്നാലും പൈസ കിട്ടില്ല. ഇത് ചൊല്ലാതെ ജോലിക്ക് ഇതെന്നല്ല, ഇത്തരം കാര്യങ്ങൾ ചെയ്യാതെ നിങ്ങൾ വെറുതെ ജോലിക്ക് പോയാലും നിങ്ങൾക്ക് പൈസ കിട്ടില്ല. ഇത് രണ്ടും കൂടി ഒരുപോലെ നിങ്ങൾ കൊണ്ടുപോകണം. അതായത് മൈൻഡ് മാസ്റ്ററിങ്ങും ജോലിയും ഒരുപോലെ കൊണ്ടുപോകുന്നവർക്കാണ് ജീവിതത്തിൽ വിജയം കിട്ടുക. അതിന് വയസ്സ് പ്രശ്നമല്ല, നിങ്ങൾക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പ്രശ്നമില്ല,
നിങ്ങൾ എന്തോരം കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നു എന്നുള്ളത് പ്രശ്നമല്ല, ഒന്നുമേ പ്രശ്നമല്ല. നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കും. കാര്യം ഞാനും ഇതിന് ഓപ്പോസിറ്റായിട്ട് ചിന്തിച്ചിരുന്ന ഒരാളാണ്. ഞാനും ആദ്യമൊക്കെ ഇത് കേൾക്കുമ്പോൾ, ഈ മൈൻഡ് മാസ്റ്ററി എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഞാനും പുച്ഛിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും പറഞ്ഞു പിന്നെ എന്നാ പിന്നെ നാളെ തൊട്ട് ഞാൻ ഒരു ജോലിയും ചെയ്യുന്നില്ലല്ലോ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതും പറഞ്ഞുകൊണ്ട് അങ്ങ് ഇരുന്നാൽ മതിയല്ലോ, സുഖമുള്ള പരിപാടിയല്ലേ. അത്ര സുഖമൊന്നുമുള്ള പരിപാടിയല്ല ഇത്. ഈ ഒരു ഫ്രീക്വൻസിയിലേക്കൊക്കെ എത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. നമ്മൾ ആ മൈൻഡ്, നമ്മളുടെ ബോധ മനസ്സ് വിശ്വസിക്കണം, അതുപോലെ ഉപബോധ മനസ്സിനെ വിശ്വസിപ്പിക്കണം. നമ്മൾ ഇത്രയും വർഷം നമ്മൾ എന്താണോ ചിന്തിച്ച് വെച്ചിരിക്കുന്നത് അതിൻ്റെ എല്ലാം ഓപ്പോസിറ്റായിട്ട് നമ്മളെ ചിന്താഗതിയെ തന്നെ നമ്മൾ മാറ്റേണ്ടി വരുന്നു. ഇതൊക്കെ ഒരു ചെറിയ കാര്യമൊന്നും അല്ല, ഇതിനൊക്കെ ഒത്തിരി ടൈം എടുക്കും. അപ്പോൾ നിങ്ങളൊരു 5 ദിവസം എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് ഇതൊന്നും വർക്ക് ചെയ്യില്ല, ഞാൻ 5 ദിവസം പറഞ്ഞു, അങ്ങനെയല്ല. ചിലപ്പോൾ മാസങ്ങളെടുക്കും, ചിലപ്പോൾ വർഷങ്ങളെടുക്കും. ഇതിനൊന്നും ഒരു കൃത്യമായിട്ടൊരു ഇത് എഴുതി വെച്ചിട്ടില്ല. നിങ്ങൾ ഇത്ര ദിവസം ചൊല്ലിയാൽ നിങ്ങൾക്ക് ഇത്ര രൂപ തരാമെന്നൊന്നും, അല്ലെങ്കിൽ ഇത്ര ദിവസം നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ കിട്ടും എന്നൊന്നും എല്ലാവർക്കും ഒരുപോലെ അത് വർക്ക് ചെയ്യില്ല. അത് നമ്മളുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസവും കൂടെ വേണം. നമ്മളതിനെ വിശ്വസിക്കണം. വിശ്വാസത്തിനാണ് ഇവിടെ പ്രാധാന്യം. അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെക്കാട്ടിയും നിങ്ങൾ എത്ര വിശ്വാസത്തോടു കൂടി ആ ഒരു കാര്യം ചെയ്യുന്നു എന്നുള്ളതിനാണ് പ്രാധാന്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ ഉറപ്പായിട്ടും ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുമെന്ന് അനുഭവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. കാര്യം ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു 5 വർഷത്തിന് മുൻപേ 50 ലക്ഷത്തോളം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു. ഞാൻ ശരിക്കും അതിന് മുന്നേ ചെയ്ത ജോലി തന്നെയാണ് അതിന് ശേഷവും ചെയ്യുന്നത്. ഈ കൊറോണയ്ക്ക് തൊട്ട് മുന്നേ ചെയ്ത സെയിം ജോലി തന്നെയാണ് ആഫ്റ്റർ കൊറോണയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ സാമ്പത്തിക ഗതിയിൽ വന്ന വളരെ ഒരു അത്ഭുതകരമായ ഒരു മാറ്റം എന്ന് പറയുന്നത് എനിക്ക് ഈ മൈൻഡ് മാസ്റ്ററിയിൽ കൂടെ കിട്ടിയതാണ്. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം പ്രത്യേകിച്ചൊന്നും ഞാൻ ചെയ്തിട്ടില്ല. സെയിം ക്ലാസ്സുകൾ തന്നെ സെയിം രീതിയിൽ കണ്ടിന്യൂ ചെയ്യുന്നു. എന്നിട്ടും എനിക്ക് വരുന്ന ഇൻകം എൻ്റെ കയ്യിൽ നിൽക്കുന്നുണ്ട്. എനിക്ക് ധാരാളം ഇൻകം വരുന്നു, തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഇൻകം വരുന്നു. കൂടുതൽ ഇൻകത്തിനുള്ള വഴികൾ തെളിഞ്ഞു വരുന്നു. മറ്റേത് നമ്മൾ എത്ര കഷ്ടപ്പെട്ട് നോക്കിയാലും നമുക്ക് വഴികൾ കിട്ടില്ല. അങ്ങനെ നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടിലിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ഇപ്പോഴാണെങ്കിൽ എനിക്ക് ഞാൻ എന്ത് വിചാരിച്ചാലും ആ വഴിയിലൂടെയൊക്കെ പോകാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് ഈ മൈൻഡ് മാസ്റ്ററി കോഴ്സുകൾ, ഞാൻ ഒരുപാട് കോഴ്സുകൾ അറ്റൻഡ് ചെയ്തു, ഒത്തിരി പൈസ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു, ഒത്തിരി ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്തു. അങ്ങനെ കിട്ടിയത് തന്നെയാണ്. അല്ലാണ്ട് ഞാൻ അധ്വാനിച്ച മാത്രം കൊണ്ടല്ല എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കാര്യം അങ്ങനെ ആയിരുന്നുവെങ്കിൽ എനിക്ക് കൊറോണയ്ക്ക് മുമ്പേയും ഞാൻ ഇതേ ജോലി തന്നെയല്ലേ ചെയ്തത്, ഇതേ അധ്വാനം തന്നെയാണ് അതിനും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്ന് കിട്ടാത്തത് ഈ കോഴ്സുകൾ അറ്റൻഡ് ചെയ്ത സമയത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ഞാൻ ധാരാളമായി ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അതിലെ അന്ധമായിട്ട് വേറെ വഴിയില്ല എനിക്ക്. കാര്യം എനിക്ക് അത്യാവശ്യം നല്ല സാമ്പത്തിക ബാധ്യതയുണ്ട്. എന്തിലെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കിട്ടിയാൽ അതിനെ കയറി പിടിക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു അവസരത്തിൽ ഞാൻ ശക്തമായിട്ട് ആ കച്ചിത്തുരുമ്പിനെ പിടിച്ചത് കൊണ്ടാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് നിങ്ങളിങ്ങനെ ചെയ്യൂ, നിങ്ങൾ രക്ഷപ്പെടൂ എന്ന് പറയാനുള്ള ഒരു ഊർജം ലഭിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് തന്നെ വിശ്വാസക്കുറവുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് വന്ന് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പം പൈസ ഉണ്ടാക്കുന്നതിനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുക, അതോടൊപ്പം ജോലിയും ചെയ്യുക. ജോലി ചെയ്യാനുള്ള മനസ്സും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മൾ താൻ പാതി ദൈവം പാതി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ, താൻ പാതി ദൈവം പാതി, 50% നമ്മളും 50% ദൈവമാണെന്ന് പറയും. എന്ന് പറഞ്ഞതുപോലെ 50% നമ്മളുടെ ജോലി, 50% മൈൻഡ് പവർ, മൈൻഡാണ്, സബ് കോൺഷ്യസ് മൈൻഡുമാണ് നമ്മൾക്ക് ജീവിതത്തിൽ വിജയം വരിക്കാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിന് നമുക്ക് വർഷങ്ങളായിട്ട് കെട്ടിക്കിടക്കുന്ന വിശ്വാസങ്ങളുണ്ട്, പരിമിതമായ വിശ്വാസങ്ങൾ, ലിമിറ്റിംഗ് ബിലീഫ്സ് ഉണ്ട്. പണം ഉണ്ടാക്കുന്നത് കഷ്ടപ്പെട്ടാലേ പൈസ കിട്ടുകയുള്ളൂ, അതൊരു വലിയ തെറ്റായ ഒരു കാര്യമാണ്. കഷ്ടപ്പെട്ടാലേ പൈസ കിട്ടുകയുള്ളൂ എന്ന് പറയുന്നത് ഒരിക്കലും അല്ല. കഷ്ടപ്പെട്ടല്ല പൈസ കിട്ടുക, അത് ബുദ്ധിപൂർവമായിട്ടാണ്, ബുദ്ധിപരമായിട്ടാണ്. ആൾക്കാരൊക്കെ 1 മണിക്കൂർ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുമ്പോൾ 1 ലക്ഷം രൂപ കിട്ടുന്ന ആങ്കേഴ്സ് ഉണ്ട് 1 മണിക്കൂറത്തേക്ക്. അപ്പോൾ അവരൊക്കെ അത്രയും കഷ്ടപ്പെട്ടാണ് ജോലി ചെയ്യുന്നത്. ആ 1 മണിക്കൂറുള്ള കഷ്ടപ്പാടല്ലേ ഉള്ളൂ. അതേസമയം രാവിലെ തൊട്ട് രാത്രി വരെ ഒരു ബംഗാളി പണിക്കിറങ്ങിയാൽ നമ്മൾ കൊടുക്കുന്നത് 800 രൂപ, മാക്സിമം പോയ 1000 രൂപയാണ്.
അപ്പോൾ ആ ഒരു കഷ്ടപ്പാടുകൾ തമ്മിലുള്ള ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയല്ലല്ലോ. കഷ്ടപ്പാടിനാണ് പൈസ കിട്ടുന്നതെങ്കിൽ ബംഗാളിക്കല്ലേ 1,00,000 രൂപ കിട്ടേണ്ടത്? അങ്ങനെയല്ല, സ്മാർട്ട് വർക്കാണ്. അപ്പോൾ ആ ഒരു തെറ്റായ ചിന്ത അത് നമ്മൾ എടുത്തു കളയണം. ഒരിക്കലും അങ്ങനെ മനസ്സിൽ ചിന്തിക്കരുത്, കഷ്ടപ്പെട്ടാലേ പൈസ കിട്ടുള്ളൂ എന്ന് ചിന്തിക്കരുത്. നേരത്തെ ഞാൻ പറഞ്ഞു, പണക്കാരെല്ലാം കുറ്റക്കാരാണെന്ന് വരുത്തി തീർക്കരുത്. അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റണം. ഏത് പ്രായത്തിലും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമോ? എനിക്കിനിയിപ്പോൾ ഇത്രയും വയസ്സായില്ലേ, ഇനി ഞാൻ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കുന്നത്, ഇനി എനിക്ക് അതിനുള്ള സമയം, അങ്ങനെ ഒന്നുമില്ല. എൻ്റെ 50കളിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ സാമ്പത്തികം ഉണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ 50കളിലാണ് എനിക്ക് തന്നെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയത്. അപ്പോൾ 50കളിൽ എത്തി നിൽക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഏജ് ഒരിക്കലും ഒന്നിനും ഒരു തടസ്സമേ അല്ല. പിന്നെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സ്മാർട്ട് വർക്കാണ് നമ്മളെ കൊണ്ട് പൈസ ഉണ്ടാക്കിക്കുന്നത്. അപ്പോൾ മണി എന്ന് പറയുന്ന ഒരു എനർജിയാണ്. ആ എനർജിയിലേക്ക് ആ എനർജി നമ്മളിലേക്ക് എത്തണമെങ്കിൽ നമ്മളും അതിൻ്റെ ഒരു ഫ്രീക്വൻസിയിലേക്ക് വരണം, ഉയർന്നു വരണം. അങ്ങനെ ഉയർന്നു വരാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അഫർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതിനെ പറയുന്ന പേര് ഹോപ്പനോപ്പനോ പ്രെയർ ആണ്. ഇത് മലയാളത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് വളരെയധികം എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണ്. കാര്യം ഇത് നമ്മളുടെ പല പല ഫ്രീക്വൻസിയിൽ, അതായത് നമ്മൾ ക്ഷമ ചോദിക്കുന്നുണ്ട്, പൈസയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്, പൈസയോട് നന്ദി പറയുന്നുണ്ട്, അങ്ങനെ നമ്മൾ പല ഫ്രീക്വൻസിയിലോട് പണത്തോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് 2 രീതിയിൽ ഇത് ചെയ്യാം. നിങ്ങൾ ഉണർന്നിരിക്കുന്ന സമയത്താണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 100 രൂപ നോട്ടോ 50 രൂപ നോട്ടോ 10 രൂപ നോട്ടോ അല്ലെങ്കിൽ ഒരു തുട്ട് നാണയോ എന്തെങ്കിലും എടുത്ത് അത് കയ്യിൽ വെച്ചിട്ട് നെഞ്ചിലിങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പണത്തോട് ഇങ്ങനെ ഇതുപോലെ സംസാരിക്കാം. അതും കുറച്ചുകൂടി എഫക്റ്റീവാണ്. അതല്ല, നിങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണെങ്കിൽ അതും എഫക്റ്റീവാണ്. നിങ്ങളിനി പറയണമെന്നേ ഇല്ല, ഇത് കേട്ടാൽ തന്നെയും മതിയാവും. കാര്യം നിങ്ങളല്ല ഇത് കേൾക്കേണ്ടത്, നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡാണ് ഇത് കേൾക്കേണ്ടത്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും സക്സസ്ഫുൾ ആകും. കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത്, ഞാൻ മൈൻഡ് മാസ്റ്ററി കോഴ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ആകെ ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ചെയ്യാറുള്ളത് ഈ ഹോപ്പനോപ്പനോ പ്രെയറാണ്. ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ് എൻ്റെ ലൈഫിലെ എല്ലാ കാര്യങ്ങളിലും ഞാൻ മാറ്റം വരുത്തിയിട്ടുള്ളത്. ഞാൻ അധികം ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്ന ഒരാളാണ്. അത് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുകയും പറയുകയും ചെയ്യും. അതും ചെയ്യാറുണ്ട്. ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ ചെയ്യുന്നത് ഈ ഹോപ്പനോപ്പന പ്രെയറാണ്. ഫൊർഗീവ്നെസ് തന്നെയാണ് ഹോപ്പനോപ്പനോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അല്ലാതെ എനിക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളൊന്നും എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരില്ല. കാര്യം ഞാനൊരു കോച്ചോ ഒരു ഇതിനെക്കുറിച്ച് ഒരുപാട് ഗവേഷണം നടത്തിയിട്ടുള്ള ഒരാളോ ഒന്നുമല്ല. അപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം ഞാൻ കുറച്ച് സ്റ്റുഡൻസിനെ പഠിപ്പിച്ചെടുക്കുന്നുണ്ട്. അവരുടെ എക്സ്പീരിയൻസ് ഞാൻ ശ്രദ്ധാപൂർവ്വം വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം എല്ലാവരുടെ കാര്യങ്ങൾ ഞാൻ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതൊക്കെ ഞാനിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സമയമാണിത്. അപ്പോൾ അതും നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. എൻ്റെ എക്സ്പീരിയൻസുകളാണ് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിതെല്ലാം കേട്ട് മനസ്സിലാക്കുക. നിങ്ങളുടെ എല്ലാ ജീവിതത്തിൽ നല്ലൊരു മാറ്റം വരട്ടെ. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് എന്നോട് പറഞ്ഞ എല്ലാവർക്കും ഞാൻ തരുന്ന ഈ ഒരു പ്രയറിലൂടെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറി എനിക്ക് ചാറ്റിൽ എൻ്റെ ചാറ്റിൽ പറയട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ മാറി എന്നുള്ളത് പറയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഇത് നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും സ്നേഹത്തോടെ 1000 നന്ദി. താങ്ക് യു. എൻ്റെ സാമ്പത്തിക ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. ഞാൻ പണം സമ്പാദിച്ചതിനും എനിക്ക് പണം നഷ്ടപ്പെട്ടതിനും ഞാൻ തന്നെയാണ് പൂർണ്ണ ഉത്തരവാദി. എൻ്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിച്ചതിനും അവയിൽ പരാജയപ്പെട്ടതിനും ഉള്ള പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണ്. കാരണം എൻ്റെ സാമ്പത്തിക ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ തന്നെ ചിന്തകളുടെ സൃഷ്ടിയാണ്, ഞാൻ തന്നെ ആകർഷിച്ചതാണ്. എൻ്റെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ കൈവരിച്ചതിനും അവയിൽ പരാജയപ്പെട്ടതിനും ഉള്ള പൂർണ്ണ ഉത്തരവാദിത്തം എനിക്കാണ്. കാരണം എൻ്റെ സാമ്പത്തിക ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം എൻ്റെ തന്നെ ചിന്തകളുടെ സൃഷ്ടിയാണ്, ഞാൻ തന്നെ ആകർഷിച്ചതാണ്. പണവുമായി നല്ലൊരു ബന്ധം പുലർത്താൻ കഴിയാതെ പോയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു.
പണം സമ്പാദിക്കുന്നത് കഠിനമാണെന്നും പണം ഉണ്ടാക്കുന്നത് തെറ്റാണെന്നും വിശ്വസിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പണത്തെക്കുറിച്ച് വളരെ ഇടുങ്ങിയ രീതിയിൽ ചിന്തിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പണം സമ്പാദിക്കുന്ന കാര്യത്തിൽ എൻ്റെ കഴിവുകളെ ചെറുതായി കണ്ടതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പണത്തിന് പ്രാധാന്യം നൽകുന്ന മനുഷ്യരെക്കുറിച്ച് മോശമായി ചിന്തിച്ചതിന് എന്നോട് ക്ഷമിക്കൂ. പണത്തെ സ്നേഹിക്കുന്ന ഒരാളായി മാറുന്നതിൽ എനിക്ക് തോന്നിയ കുറ്റബോധത്തിന് എന്നോട് ക്ഷമിക്കൂ. പ്രിയപ്പെട്ട പണമേ, നിന്നിലേക്ക് വേണ്ടത്ര ശ്രദ്ധ നൽകാതിരുന്നതിന് എന്നോട് ക്ഷമിക്കൂ. ആരെങ്കിലും എന്നെ പണക്കൊതി എന്ന് വിളിച്ചപ്പോൾ എനിക്ക് വിഷമം തോന്നിയതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ഇടുങ്ങിയ ചിന്താഗതികൾക്ക് എന്നോട് തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഞാനൊരു ചെറിയ മനുഷ്യനാണെന്ന് സ്വയം കരുതിയതിൽ എന്നോട് ക്ഷമിക്കൂ. വലിയ സ്വപ്നങ്ങൾ കാണാനും വലിയ രീതിയിൽ ചിന്തിക്കാനും എന്നെ തന്നെ അനുവദിക്കാതിരുന്നതിന് എന്നോട് ക്ഷമിക്കൂ. പ്രിയപ്പെട്ട പണമേ, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായതിന് നന്ദി. നീ ഇതുവരെ എനിക്ക് ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി. എൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധിയായി ഒഴുകിയെത്തിയതിന് നന്ദി. എന്നെ ഒരു കോടീശ്വരിയാക്കി മാറ്റിയതിന് നന്ദി. എൻ്റെ ചുറ്റുമുള്ള മനുഷ്യരെയും സമ്പന്നരാകാൻ സഹായിച്ചതിന് നന്ദി. എന്നെപ്പോലെ തന്നെ അവരും അതിന് അർഹരായതുകൊണ്ട് എൻ്റെ ചുറ്റുമുള്ളവരെയും കോടീശ്വരന്മാരും കോടീശ്വരികളുമാക്കിയതിന് നന്ദി. കാരണം ഊർജത്തിൻ്റെ തലത്തിൽ നമ്മളെല്ലാ പേരും ഒന്നാണ്. മറ്റുള്ളവരുമായി സന്തോഷത്തോടെ പണം പങ്കുവയ്ക്കാൻ തക്കവണ്ണം എന്നെയും അത്രമേൽ സമ്പന്നയാക്കിയതിന് നന്ദി. പ്രിയപ്പെട്ട പണമേ, എന്നെ ഇത്രയും വിശാല മനസ്കനും സമൃദ്ധിയുമുള്ളവനാക്കിയതിന് നന്ദി. ഇപ്പോൾ പണം സമ്പാദിക്കുന്നത് എനിക്ക് വളരെ എളുപ്പമാണ്. പ്രിയപ്പെട്ട പണമേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. ഇനി മുതൽ നമ്മൾ തമ്മിൽ മനോഹരമായൊരു സ്നേഹബന്ധമാണ്. നീ ഏതു രൂപത്തിൽ എൻ്റെ മുന്നിൽ വന്നാലും നിന്നെ ഞാൻ വലിയ മനസ്സോടെ സ്വീകരിക്കുന്നു. ചെറിയ തുകയായോ ഇടത്തരം തുകയായോ വലിയ തുകയായോ എങ്ങനെ വന്നാലും ഞാൻ നിന്നെ സ്വീകരിക്കുന്നു. ചെറിയ പണത്തെയും വലിയ പണത്തെയും ഞാൻ ഒരുപോലെ സ്നേഹിക്കുന്നു. ഏത് ദിശയിൽ നിന്നായാലും ഏത് കോണിൽ നിന്നായാലും പണം എൻ്റെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുമ്പോൾ ഞാൻ അതിനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു. പ്രിയപ്പെട്ട പണമേ, ഞാൻ നിന്നെ ജീവനായി സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്നത്. ഞാൻ നിന്നെ വിലമതിക്കുന്നത് കൊണ്ട് നല്ല രീതിയിൽ നിയന്ത്രിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. മറ്റുള്ളവരെയും എനിക്കൊപ്പം സമൃദ്ധിയുള്ളവരാക്കുന്നതിന് നന്ദി. പ്രിയപ്പെട്ട പണമേ, അവരുടെ വളർച്ചയിൽ ഞാൻ എത്രത്തോളം സന്തോഷിക്കുന്നുവോ അത്രത്തോളം നമ്മളെല്ലാ പേരും കൂടുതൽ സമ്പന്നരാകുന്നു. അതുകൊണ്ട് ചിലപ്പോൾ നീ എന്നിൽ നിന്ന് അകന്നു പോകുമ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കാരണം ചിലപ്പോൾ നീ എന്നിലൂടെ മറ്റുള്ളവരെ സമ്പന്നരാക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇന്ന് ഈ നിമിഷം എൻ്റെ ഭൂതകാലത്തിൽ എന്നെ നേരിട്ടോ അല്ലാതെയോ വേദനിപ്പിച്ച, സാമ്പത്തികമായി എന്നെ ബുദ്ധിമുട്ടിപ്പിച്ച എല്ലാ മനുഷ്യർക്കും വേണ്ടി അവരെ എൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിച്ചതിൻ്റെ 100% ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ആ തരത്തിലുള്ള ഊർജവും അനുഭവങ്ങളും സൃഷ്ടിക്കാൻ കാരണമായ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റുകൾക്ക് ദയവായി എന്നോട് ക്ഷമിക്കൂ. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി. പണത്തെക്കുറിച്ച് വലിയൊരു പാഠം എന്നെ പഠിപ്പിക്കാൻ നിങ്ങൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതിന് നന്ദി. ആ പാഠം എനിക്ക് അത്യാവശ്യമായിരുന്നുവെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഇന്ന് എന്നെ ചതിച്ചവരോടും പണം സമ്പാദിക്കുന്നതിൽ എന്നെ പിന്തുണയ്ക്കാതിരുന്നവരോടും പൂർണ്ണമായി ക്ഷമിക്കാൻ ഞാൻ തീരുമാനിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. കാരണം പണം എന്നിലൂടെ നിങ്ങളിലേക്ക് വന്നാലും നിങ്ങളിലൂടെ എന്നിലേക്ക് വന്നാലും രണ്ടും ഒന്നാണ്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾക്കെല്ലാവർക്കും ആവശ്യമുള്ളതിനേക്കാൾ അധികം പണമുണ്ട്. സമൃദ്ധി എല്ലാവർക്കും മതിയാവോളമുണ്ട്. പണത്തിൻ്റെ ഒഴുക്ക് അനന്തമാണ്. ഞാൻ സമൃദ്ധിയെയും സ്നേഹത്തെയും ക്ഷമയെയും തിരഞ്ഞെടുക്കുന്നു.